CPM പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവന്റെ വാക്കുകൾ കേട്ടാൽ അദ്ദേഹത്തിന് തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ആദ്യമൊക്കെ തോന്നും. പിന്നെ തോന്നും ചിലപ്പോൾ പറയുന്നത് ശരിയാണ്, അദ്ദേഹം ന്യായീകരിക്കുന്നതൊക്കെ ശരിയാണെന്നും തോന്നും. പിന്നീട് മുഴുവൻ കേട്ടു വരുമ്പോൾ ഒന്നും മനസ്സിലാവില്ല ഈ കേൾവിക്കാരന്. പാപം പാർട്ടിക്കാരെ പഴിച്ചിട്ട് കാര്യമില്ലല്ലോ. കഴിഞ്ഞ ദിവസം തൃശ്ശൂർ കേച്ചേരിയിൽ അദ്ദേഹം ഒരു ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പോയിരുന്നു. വഞ്ചൂരിൽ ഒരു ഏരിയ സമ്മേളനം നടന്നതിൻ്റെ കഥയാണ് അവിടെ പറഞ്ഞത്. വഞ്ചൂരിൽ റോഡ് കയ്യേറി സ്റ്റേജ് കെട്ടിയതിനെതിരെ പരാതി പോവുകയും അത് ഹൈക്കോടതി ഇടപെട്ട് എല്ലാ ആളുകൾക്കെതിരെയും കേസെടുക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. സ്റ്റേജ് കെട്ടിയവർ മാത്രമല്ല, സംഘാടകർ മാത്രമല്ല, ആ വേദിയിൽ ഇരുന്ന ആളുകൾ, അപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ വരെ ആ കേസിൽ പ്രതിയാകും. അങ്ങനെയാണ് ആ കേസിൻ്റെ നിൽപ്പ്. ആ കേസിനെ കുറിച്ചാണ് അദ്ദേഹം കച്ചേരിയിൽ പറഞ്ഞു തുടങ്ങിയത്. എന്താണ്? എല്ലാവരും കാറിലേ പോകൂ, നടന്നു പോകില്ല. പണ്ടൊക്കെ നമ്മളെല്ലാവരും നടന്നല്ലേ പോയിട്ടുള്ളത്. ഇത് കേൾക്കുമ്പോൾ ശരിയാണ്, അദ്ദേഹം പറയുന്നത് എന്തോ ന്യായമുള്ള കാര്യമാണ്. അത് കഴിഞ്ഞ് വരുമ്പോൾ വഞ്ചിയൂരിൽ CPMകാർ ജാഥ നടത്തിയതാണ് പ്രശ്നം, അല്ലെങ്കിൽ CPM റോഡരികിൽ വേദി കെട്ടിയതാണ് പ്രശ്നം. ചിലർ കേസുമായി സുപ്രീം കോടതി വരെ പോയിരിക്കുകയാണ്. അപ്പോഴേക്കും പ്രശ്നം തുടങ്ങി. നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ആളിന് ഇദ്ദേഹം വെളിവ് കെട്ടെന്തോ പറയാൻ പോവുകയാണല്ലോ. മുമ്പ് രമ്യ ഹരിദാസിനെതിരെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. രമ്യ ഹരിദാസിനെ പാലക്കാട് ആലത്തൂരിൽ ആദ്യം MP ആക്കി വിട്ടതിൻ്റെ ഫുൾ ക്രെഡിറ്റ് അന്ന് നേതാവായിരുന്ന വിജയരാഘവൻ്റെ വാക്കുകളാണ്. അതാണ് രമ്യ ഹരിദാസിന് ഗോളായി മാറിയത്. ഇദ്ദേഹം പറയുന്നു, എന്തൊരു ട്രാഫിക് ജാമാണ് എന്നെല്ലാവരും പറയുന്നു. എന്താ, CPMൻ്റെ സമ്മേളനം നടന്നപ്പോൾ മാത്രമേ ജാം ഉണ്ടായുള്ളൂ, അല്ലെങ്കിൽ ട്രാഫിക് ജാം ഉണ്ടാകുന്നില്ലേ എന്നാണ് അടുത്ത ചോദ്യം. അടുത്തെന്താണ്? കേസ് കൊടുക്കാൻ സുപ്രീം കോടതിയിൽ പോയി. ഇതെല്ലാം വെറും പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. കേസ് എന്ന് പറയുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന സംഭവമാണ് എന്നാണ് വിജയരാഘവൻ പറഞ്ഞു വെക്കുന്നത്. ഇനി ചിലർ കാറുമെടുത്ത് എങ്ങോട്ടാണ് പോണത്? അവരുടെ അമ്മായിയമ്മയെ കാണാൻ പോവുകയാണ്. തീർന്നു. ഇവിടെ പെട്ടു വിജയരാഘവൻ. എന്താണ് ശുദ്ധ ഭോഷ്കാണ് പറയുന്നതെന്ന് വ്യക്തമായി കഴിഞ്ഞു. ആളുകളെ പരിഹസിക്കാൻ വേണ്ടി വീണ്ടും നാവ് ചലിപ്പിച്ചു എന്നർത്ഥം. ആളുകൾ അമ്മായിയമ്മയെ കാണാനാണ് കാറിൽ പോകുന്നത്. കാറുള്ളവനൊക്കെ കാറിൽ പോകുന്നത് എന്താണ്? സല്ലപിച്ചുകൊണ്ടാണ് പോകുന്നത്. വീണ്ടും ഒരു കുത്തുവാക്ക് കൂടി, സല്ലപിച്ചുകൊണ്ടാണ് പോകുന്നത്. കാറുള്ളവൻ കാറിൽ പോകുന്നത് പോലെ തന്നെ കാലുള്ളവന് കാലുകൊണ്ട് നടക്കാനുള്ള അവകാശവും വേണം. ദാ കിടക്കുന്നു വീണ്ടും. അപ്പോൾ കൃത്യമായും തലയ്ക്ക് എന്തോ പ്രശ്നം പറ്റിയെന്ന് തോന്നും. പാവപ്പെട്ടവർക്ക് ജാഥ നടത്താൻ അവകാശമുണ്ട്, എന്നെങ്കിലും സോഷ്യലിസം പുലരും എന്നൊക്കെ പറഞ്ഞ് പിന്നെ പാർട്ടിയുടെ സൈദ്ധാന്തിക വഴിയിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നെങ്കിലും ഉള്ളവനും ഇല്ലാത്തവനും ഇല്ലാത്തൊരു ലോകം സൃഷ്ടിക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക്. ഞെട്ടിയില്ലേ? കേൾക്കുന്നവർ ഞെട്ടും. ഉള്ളവനും ഇല്ലാത്തവനും ഇല്ലാത്തൊരു ലോകം. അപ്പോൾ മനുഷ്യന്മാരെ ഈ ലോകത്തുണ്ടാവില്ല. കമ്മ്യൂണിസ്റ്റുകാരുടെ ലക്ഷ്യം അതാണോ എന്നൊക്കെ നമ്മൾ മൂക്കത്ത് വിരൽ വെച്ച് ചോദിച്ചു പോകും വിജയരാഘവൻ്റെ ഈ പ്രസംഗം കേട്ടാൽ, അല്ലെങ്കിൽ ഈ കോമഡികൾ കേട്ടാൽ. അദ്ദേഹം പറയുന്നത് വേറൊന്ന്, സോഷ്യലിസം നടപ്പിലാക്കാനാണ് CPM പ്രവർത്തിക്കുന്നത്. ഉള്ളവനും ഇല്ലാത്തവനും ഇല്ലാത്ത ലോകം സൃഷ്ടിക്കും. സാമൂഹിക മാറ്റത്തിൻ്റെ പതാകയും എന്തിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജാഥകൾ കടന്നു പോകുന്നത്. അതൊക്കെ ഒരുപക്ഷെ ശരിയായിരിക്കാം. സാമൂഹിക മാറ്റം എന്താണ്? വഞ്ചൂരിൽ റോഡ് അടച്ചു കെട്ടിയിട്ട് അവിടെ ആംബുലൻസും പോലീസ് ജീപ്പും കാറും ഓട്ടോറിക്ഷയും കോടതി സ്കൂൾ എല്ലാം ഉള്ള സ്ഥലമാണ്. അവിടെ മുഴുവൻ ബ്ലോക്ക് സൃഷ്ടിച്ചു. അപ്പോഴാണ് പരാതി എത്തിയത്. പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലാണ് ഇതൊക്കെ നടക്കുന്നത് എന്നുകൂടി ഓർക്കണം. എന്നിട്ട് പോലീസ് ഇത് കണ്ടില്ല. എന്താണ് ഇത്? പൊതുജനങ്ങൾ ഇത് ശ്രദ്ധയിൽപ്പെട്ടാണ് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. എന്നിട്ട് കോടതി നിർദ്ദേശമനുസരിച്ച് പോലീസ് കേസെടുത്തില്ല. അങ്ങനെയൊക്കെ വിവാദമായപ്പോഴാണ് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ന്യായീകരണ സിദ്ധാന്തവുമായി പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം രംഗത്ത് എത്തുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തെ മോചിപ്പിക്കാമെന്ന വിശ്വാസത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം. അതെ, ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തെ വിമോചിപ്പിക്കും. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തന രീതി. സമൂഹത്തിൻ്റെ പൊതുബോധത്തെ പുരോഗമനപരമായി പരിവർത്തനം ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഇടമാണ് കമ്മ്യൂണിസ്റ്റ് സമ്മേളനങ്ങൾ. സമൂഹത്തിൻ്റെ പൊതുബോധത്തിൽ ഇടപെടാൻ പറ്റുന്ന വിഷയങ്ങൾ എന്താണ്, അത് ചർച്ച ചെയ്യുന്ന ഇടമാണ് കമ്മ്യൂണിസ്റ്റ് യോഗങ്ങൾ. അതൊക്കെ ശരിയായിക്കൊള്ളട്ടെ. പക്ഷേ പാവങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിച്ചാലോ മിസ്റ്റർ വിജയരാഘവൻ? അതല്ലേ കോടതി ചോദിച്ചത്. സഞ്ചാര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഇല്ലേ? നിങ്ങൾ ഈ സോഷ്യലിസം പറയുമ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്നത്? കാറിൽ തന്നെയല്ലേ? കാൽനടയായി ചിലപ്പോൾ ഏതെങ്കിലും നിങ്ങൾ ആഹ്വാനം ചെയ്ത ഹർത്താലിന് നിങ്ങൾ കാൽനടയായി ഒരുപക്ഷെ എങ്കിൽ പോയേക്കാം. അല്ലെങ്കിൽ ഇലക്ഷൻ പ്രചരണത്തിന് ഏതെങ്കിലും വീടുകൾ കയറാൻ പോകുമ്പോൾ കാൽനടയായി പോയേക്കാം. അല്ലാതെ എപ്പോഴാണ് നിങ്ങളൊക്കെ നിങ്ങളുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയും പാർട്ടി ആവശ്യങ്ങൾക്ക് വേണ്ടിയും AC ഘടിപ്പിച്ച കാറിൽ തന്നെയല്ലേ പോകുന്നത്? മുഖ്യമന്ത്രി കഴിഞ്ഞ അടുത്തിടെ തന്നെ മാറിയത് 4 കാറുകളാണ്. മുഖ്യമന്ത്രിക്ക് അകമ്പടി പോകുന്നത് 40 വാഹനങ്ങളാണ്. ആലോചിച്ച് നോക്കുക. അപ്പോൾ അതൊന്നും കാറല്ല, വാഹനങ്ങളല്ല. നിങ്ങളുടെ മന്ത്രിമാർ സഞ്ചരിക്കുന്നത് എങ്ങനെ? സൈക്കിളിലാണോ? അതോ സൈക്കിൾ റിക്ഷയിലാണോ? അതോ ഓട്ടോറിക്ഷയിലാണോ സഞ്ചരിക്കുന്നത്? കാറിൽ തന്നെയാണ് അവരും പോകുന്നത്. നിങ്ങളുടെ MLAമാർ പോകുന്നത് എങ്ങനെയാണ്? ചിലർ തീവണ്ടിയിൽ പോകുമായിരിക്കാം. അവരും അത്യാവശ്യ ഘട്ടങ്ങളിൽ തന്നെ ഒരു പരിധി വരെ കാറിൽ തന്നെയാണ് പോകുന്നത്. നിങ്ങളുടെ വാർഡ് മെമ്പർമാർ പോകുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ പാർട്ടി അംഗങ്ങൾ പോകുന്നത് എങ്ങനെയാണ്? കാറിൽ തന്നെയല്ലേ?
വളരെ ചുരുക്കം ചില ആളുകൾ ബ്രാഞ്ചിലുള്ള മറ്റു ആളുകൾ ഒരു പക്ഷേങ്കിൽ നടന്നോ സൈക്കിളിലോ ഓട്ടോറിക്ഷയിലോ പൊതു ഗതാഗത സംവിധാനങ്ങളിലൂടെ യാത്ര ചെയ്യും. ജില്ലാ കമ്മിറ്റിയിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ കാറും ജീപ്പും അങ്ങനെ തുടങ്ങിയ ആഡംബരങ്ങളും ഇല്ലാത്ത എത്ര നേതാക്കളുണ്ട് നിങ്ങളുടെ പാർട്ടിയിൽ? പിന്നെ നിങ്ങൾ ഈ കാറിൽ പോകുന്ന ആളുകളൊക്കെ അമ്മായിയമ്മയെ കാണാൻ പോകുകയാണ്, സല്ലപിച്ചുകൊണ്ടാണ് പോകുന്നത്. കാറിൽ പോകുന്നത് പോലെ കാൽനടക്കി ഇത് വേണമെന്നൊക്കെ ഈ വിവരദോഷങ്ങൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്വയം നാണം കെടുകയേ ഉള്ളൂ. ഇത്രയും പരമോന്നതമായ പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയല്ലേ താങ്കൾ? പോളിറ്റ് ബ്യൂറോ എന്ന് പറഞ്ഞാൽ നിസ്സാര കളിയൊന്നുമല്ലല്ലോ. ഒന്നുമില്ലെങ്കിലും താങ്കളുടെ ഭാര്യയുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയല്ലേ? ആലോചിച്ച് നോക്കുക. ഇത്രയും വലിയ പരമോന്നതമായ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന നിങ്ങളൊക്കെ ഇങ്ങനെ വന്ന് പാർട്ടിയെ പാർട്ടിയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള സംഭാഷണങ്ങൾ നടത്താതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല.